മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സ്കിറ്റ് നിങ്ങൾ സ്ഥിരം കണ്ടുമടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ ഹിറ്റ് സ്കിറ്റിനെ പൊടിതട്ടിയതോ അല്ല, മറിച്ച് ഒരു വ്യത്യസ്തമായ കഥാവിഷ്കരണം എന്ന പ്രസ്തുതിയെ നിലനിർത്തി കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ബാഹുബലിയുടെ എടുത്താൽ പൊങ്ങാത്ത രണ്ടാം ഭാഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിലെ പ്രധാന പ്രത്യേകത കട്ടപ്പയുടെ വേഷം ചെയ്യുന്നത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബാഹുബലി 2. കട്ടപ്പ, ഞാനിതാ ഡൈവ് ചെയ്തെത്തി. നമ്മുടെ കുമാരന്മാർ എവിടെ? പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു നമ്മുടെ മഹാരാജാവ് ബാഹുബലി. പ്രണാമം മാതാശ്രീ, പ്രണാമം പിതാശ്രീ. ആയുഷ്മാൻ ഭവ. തൊലഞ്ഞോണ്ട് പോവട്ടെ ബാവ. ആട്ടെ, നേരം വെളുത്തെങ്ങോട്ടാ? അത് മാതാശ്രീ, ഏതെങ്കിലും കിളി ഈ മനസ്സിൽ കൊത്തിയോ? കൊത്തി തിന്നാൻ ഇവന്റെ മനസ്സെന്താ ഹരിയുണ്ടാണോ? ശരി, പോയി വരൂ പുത്ര. ഉടൻ തന്നെ ഇവന്റെ മാംഗല്യം നടത്തണം. അസംഭവ്യം. എന്ത്? അല്ല, നമ്മുടെ പുത്രനായ ഭല്ലയുടെ മാംഗല്യമാണ് നമുക്ക് ആദ്യം നടത്തേണ്ടത്. നമ്മുടെ അയൽരാജ്യത്തെ രാജമൗലിയുടെ മകൾ ദേവസേനയെ ഭല്ലാദേവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? കട്ടപ്പ, എന്റെ അമ്മച്ചി, എന്തിനാണോ എന്തോ ഈ തൊള്ള കിടന്ന് തള്ള തുറക്കുന്നത്? ഈ തള്ള കിടന്ന് തൊള്ള തുറക്കുന്നത്. അടിയൻ, എന്റെ മകൻ ഭല്ലാൽ ദേവ് എവിടെ? കുമാരൻ ഒരു കരടിയുമായി മൽപ്പിടിക്കാൻ രാവിലെ പോയതാണ്. ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കുമോ അതോ തെക്കോട്ട് കെട്ടിയെടുക്കുമോ എന്ന് ഇനി കണ്ടറിയണം. ഈശ്വര, പറഞ്ഞു തീർന്നില്ല, ദേവ് വരുന്നു ആനമർദ്ദ. പ്രണാമം മാതാശ്രീ. അയൽ രാജ്യത്തെ രാജകുമാരി ദേവസേനയുമായി നിന്റെ മാംഗല്യം നടത്താൻ നാം തീരുമാനിച്ചു. ആണോ പിതാശ്രീ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? അനാക്കൊണ്ട ചവച്ചു തുപ്പിയ നീർക്കോലി പോലെ. കല്യാണക്കാരി പറഞ്ഞപ്പോ ഇങ്ങനെ കല്യാണമെങ്ങാനും കഴിഞ്ഞിരുന്നെങ്കിലോ? എങ്കിൽ ദിനോസർ ചവച്ചു തുപ്പിയ തവളയെപ്പോലെ കിടന്നേനെ. കട്ടപ്പ, അടിയൻ നമ്മുടെ പുത്രനെ രാജകുമാരിയെ നേരിട്ട് കാണുന്നതിനായി അയൽ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഉത്തരവ്. പക്ഷേ ദേവസേന ബാഹുബലിയുമായി കടുത്ത പ്രണയത്തിലാണ്. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. അയ്യോ പ്രിയേ, ഇങ്ങനെ ചുള്ളിക്കമ്പ് പറക്കി നടക്കരുതെന്ന് നോം നിന്നോട് പറഞ്ഞിട്ടില്ലേ? എനിക്ക് കുമാരനെ ഇത്രമാത്രം ഇഷ്ടമാണോ അത്രമാത്രം ഇഷ്ടമാണ് ചുള്ളിക്കമ്പ് പറക്കി നടക്കുന്നതും. എന്റെ ഈശ്വര, ഇതൊക്കെ എന്ത് മുറിവ്! ഇത് കണ്ടോ, ഇത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ചുള്ളിക്കമ്പ് കൊണ്ട് മുറിഞ്ഞതാ. ദേ ഇത് കണ്ടോ, ഇത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ദേ ഇവിടെ ചുള്ളിക്കമ്പ് കൊണ്ട് മുറിഞ്ഞതാ. ഒടുവിൽ ഇവിടെയും ഞാൻ തോറ്റു. ദേ ഇതിനും കുറച്ചുകൂടി മുകളില് ഇത് കണ്ടോ, ഇത് ഞാനേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചുള്ളിക്കമ്പ് കൊണ്ട് മുറിഞ്ഞതാ. എന്നിട്ടെന്താ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അച്ഛേ, ആ കുട്ടിക്ക് +2 ഡിഗ്രിക്കും കൂടി അപ്പൊക്കൂടായിരുന്നു. കട്ടപ്പ, ഭല്ലാൽ ദേവ് ഈ വിവരം കൊട്ടാരത്തിൽ തിരിച്ചെത്തി മാതാപിതാക്കളോട് പറയുന്നു. അതിനെ തുടർന്ന് ബാഹുബലിയെ കൊട്ടാരത്തിൽ വിചാരണയ്ക്ക് വിളിക്കുന്നു. രാജ്യമോ എന്റെ മകന് കിട്ടിയില്ല, ഇപ്പോഴിതാ അവന് വേണ്ടി ആലോചിച്ച പെണ്ണിനെയും അവ തട്ടിയെടുത്തു. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല ശിവകാമി. ഈ കേട്ടത് നേരാണോ ബാഹു? എന്നോട് ക്ഷമിച്ചാലും മാതാശ്രീ, ഞങ്ങൾ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് മാത്രമല്ല ദേവസേനയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞും വളരുന്നുണ്ട്. ഈശ്വര, അത് അവിടുന്നും പോയോ?
നീ സങ്കടപ്പെടേണ്ട. വേറൊരു നല്ലൊരു പെണ്ണിനെ ഞങ്ങൾ നിനക്ക് വേണ്ടി കണ്ടെത്തും. ഇല്ല, എനിക്ക് അവളെ തന്നെ വേണം. ഇവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കും. ചേടാ നിർത്തൂ. കഴിഞ്ഞ തവണ നമ്മുടെ രാജ്യം ആക്രമിച്ച കാലകേയ സേനാനായകന്റെ അനുജൻ ജ്യേഷ്ഠനെ കൊന്നതിന്റെ പ്രതികാരം ചെയ്യാൻ വരുന്നുണ്ടെന്ന് കേട്ടു. പുത്രന്മാരെ, ആദ്യം ശത്രുവിനെ തുരത്താനുള്ള നീക്കങ്ങൾ നടത്തൂ. രാജമാതി, കേട്ടിടത്തോളം ഈ വരുന്നവൻ ശക്തിശാലിയും ചതിയനുമാണ്. ഇതും ആഹ്വാനം ചെയ്യാതെ അപ്രതീക്ഷിതമായി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ശിവന്റെ രീതി. രാജമാതെ, അവനെത്തി. കാലകേയ സേനാനായകന്റെ അനുജൻ ഹൂഡി ബാബ. ഹേ, കട്ടപ്പ, ഈ നെത്തോലിയാണോ നിങ്ങൾ വാഴ്ത്തിയത്? ബ്രംസ, ഇൻകോ, നിംദ്ര, ഗൊജ്രസ, സുകുവീസ. മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. എന്താ ജ്യേഷ്ഠന കൊന്ന നിങ്ങളെ ഞാൻ വെറുതെ വിധില്ല. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே? കട്ടപ്പ, എനിക്ക് എന്താ പറ്റിയേ? പറ്റിയത് നിനക്കല്ല, എന്റെ കൊരവള്ളിക്ക. ഹിഞ്ച ആക്രമ. കട്ടപ്പ, കൊല്ലുവനെ. ഷിന്ന പിടിച്ചു. കട്ടപ്പാ! ഈശ്വര, ഇത് ചതിയായി പോയല്ലോ. അയ്യോ ചോര, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോര. എന്തുവാടേ ഇത്? നല്ലൊരു ദിവസമായിട്ട് നീ കൂടി നമ്മളെ കരയിക്കൂ. ചൂടാകില്ല ചേട്ടാ. എല്ലാ നല്ല കഥകൾക്കും ഉള്ളതുപോലത്തെ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഈ കഥയ്ക്കുമുണ്ട്. വരൂ സാർ, ഇരിക്കൂ. ഇരിക്കാനൊന്നും എനിക്ക് നേരമില്ല. എൻ്റെ ബാഹുബലി കുത്തേറ്റ് ആശുപത്രിയിലാണ്. ഖജനാവിൽ നിന്നും പണമെടുക്കാൻ പല്ലാൽ ദേവ് സമ്മതിക്കില്ല. ഈ ആഭരണങ്ങൾ വച്ചിട്ട് എനിക്ക് കുറച്ച് പണം തരണം. അതിനെന്താ സാർ, തരാമല്ലോ. സാറിന്റെ ID പ്രൂഫ് ഒന്ന് തരാമോ? അയ്യോ, അതൊന്നും ഇപ്പോൾ എൻ്റെ കൈവശമില്ല. എങ്കിൽ ഞാൻ മാനേജർ സാറിനോട് ഒന്ന് ചോദിക്കട്ടെ? എല്ലാം ഞാൻ കേട്ടു. എത്രയും പെട്ടെന്ന് ഈ പണം ഹോസ്പിറ്റലിൽ എത്തിക്കും. അതിനുശേഷം താങ്കളുടെ ID പ്രൂഫുമായി വന്ന് ഇവിടുത്തെ ഫോർമാലിറ്റിയും തീർക്കണം. കാരണം നിയമപാലനവും മറ്റൊരു തരത്തിൽ രാജ്യസ്നേഹമാണ്. അതുകൊണ്ട് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ രാജ്യം അനുശാസിക്കുന്ന നിയമവും പ്രത്യേകിച്ച് പണമിടപാടാകുമ്പോൾ RBIയുടെ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം. നന്ദിയുണ്ട് മാനേജർ സാർ, നന്ദിയുണ്ട്. പണമെന്ന് കേൾക്കുമ്പോൾ രക്തബന്ധം പോലും മറക്കുന്ന കപടന്മാരുടെ ഇടയിൽ നിങ്ങളും നിങ്ങളുടെ ശംഖവും ഒരു മാതൃകയാണ്, ഒരു നല്ല മാതൃക.